സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ നികുതി സ്ലാബുകൾ വെട്ടിക്കുറച്ച് നടപ്പാക്കിയ GST പരിഷ്കരണം പ്രാബല്യത്തിൽ. GST നികുതി സ്ലാബുകൾ 5%, 18% എന്നിങ്ങനെയാണ് പുനർനിശ്ചയിച്ചിട്ടുള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കുറയുമെന്നതാണ് പുതിയ പരിഷ്കാരത്തിന്റെ മെച്ചം. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, നേരത്തെ ശ്രീകാന്തിൻ്റെ കൃത്യമായ വിവരണം ഗ്രാഫിക്സ് സഹിതം നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. അതായത് എന്തിനൊക്കെ വില കുറയും, എല്ലാ മനുഷ്യർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നികുതി സ്ലാബുകൾ മാറുന്നു. വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇതിനപ്പുറം ഒരു ജാക്ക്പോട്ട് സാധാരണക്കാരന് കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ GST, ന്യൂ ജനറേഷൻ GST എന്നുള്ളതാണ് പ്രധാനമന്ത്രി തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ ന്യൂ ജനറേഷൻ GST നിലവിൽ വരുന്നതോടുകൂടി നിത്യോപയോഗ സാധനങ്ങൾ മുതൽ വീട് നിർമ്മാണത്തിനുള്ള വസ്തുക്കളുടേതടക്കം ചെറു കാറുകൾ ഉൾപ്പെടെ ഇടത്തരക്കാരനും സാധാരണക്കാരനും ഈ നാട്ടിൽ സുഖമായി ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുങ്ങുകയാണ്. എല്ലാ സാധനങ്ങൾക്കും, നിരവധിയായ സാധനങ്ങൾക്ക് വില കുറയാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ആ പട്ടികയെല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. എങ്കിലും ഒന്ന് രണ്ടെണ്ണം നമുക്ക് പറഞ്ഞു പോകാം. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് 18% നികുതി ഒഴിവാക്കണം എന്നുള്ള ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ആരോഗ്യ സംരക്ഷണത്തിന് ഇനി ഈ ഏതാണ്ട് വലിയ തോതിൽ തുക കുറയാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലചരക്ക്, വളം, പാദരക്ഷ, തുണിത്തരങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില താഴേക്ക് പോകും എന്നുള്ളതും ഈ പുതിയ ന്യൂ ജനറേഷൻ GSTയുടെ പ്രത്യേകതയാണ്. ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, സോപ്പ് ബാർ, ടൂത്ത് ബ്രഷ്, ഷേവിംഗ് ക്രീം, ബ്രെഡ്, പനീർ, നെയ്യ്, ചീസ്, പിസ്ത, ഈത്തപ്പഴം, നൂഡിൽസ്, അങ്ങനെ നിരവധി ഐറ്റംസ്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുടെയും പട്ടിക ഇങ്ങനെ നിരനിരയായി പോകുന്നുണ്ട്. അത് മുഴുവൻ വായിക്കാനും സാധിക്കില്ല. വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെൻസിൽ, നോട്ട് ബുക്ക്, മാപ്പ്, ചാർട്ട് അടക്കം വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള പഠനോപകരണങ്ങളുടേതടക്കം എല്ലാത്തിൻ്റെയും വില താഴേക്ക് പോകുന്നു. ഒപ്പം തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ 33 എണ്ണത്തിൻ്റെ ഈ GST ആണ് 12% നികുതി അത് പൂർണ്ണമായും ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത ഇതിലേക്ക് പോയാൽ ചെറു കാറുകൾക്കും 350 cc വരെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും വില കുറയും. അതായത് ഒരു ഇടത്തരം കുടുംബത്തിന് ഒരു കാറൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചാൽ ഇനി കുടുംബസമേതം കാറിൽ പോകാം എന്നുള്ളതാണ് വസ്തുത. കാരണം വില കുത്തനെ താഴേക്ക് പോകുന്നു. AC, ടെലിവിഷൻ തുടങ്ങിയവയുടെ വില കുറയും. സിമന്റിൻ്റെയും മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും വില കുറയുക എന്ന് പറഞ്ഞാൽ ഒരു വീടെന്ന സ്വപ്നവുമായി നടക്കുന്ന ആളുകൾക്ക് ഒരു വീട് അവർക്ക് കെട്ടിയെടുക്കാൻ ഇനി ഈ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കില്ല. വില കുത്തനെ താഴേക്ക് പോവുകയാണ്. ഹോട്ടൽ താമസത്തിന്റെ GST കുറയാൻ പോകുന്നു എന്നുള്ളത് ടൂറിസം മേഖലയ്ക്ക് പകരാൻ പോകുന്ന കരുത്ത് ചില്ലറയല്ല. ഇന്ന് മുതലാണ് ഇതെല്ലാം പ്രാബല്യത്തിൽ വരുന്നത്. മന്ത്രിമാർ നേരിട്ടാണ് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ എന്താണ് വിപണിയിൽ നിന്നുള്ള പ്രതികരണം എന്നറിയാൻ പോകുന്നത്. പ്രധാനമന്ത്രി ഇന്ന് അരുണാചൽ പ്രദേശിൽ ഈ വിലക്കുറവിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണെന്ന്. തീർച്ചയായും ഈ വിലക്കുറവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു വസ്തുത, വിപ്ലവകരമായ മാറ്റം ഈ കാര്യത്തിൽ നടന്നു എന്നുള്ളതാണ്. കാരണം 12%, 18% ഒക്കെ GST ഉണ്ടായിരുന്ന പല സാധനങ്ങൾക്ക് 12%, 28% GST ഉണ്ടായിരുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക വഴി കുത്തനെ താഴേക്ക് പോവുകയാണ്. അതായത് നിത്യോപയോഗ സാധനങ്ങൾക്കാണ് വില കുത്തനെ കുറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചെറു കാറുകൾ, വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വില കുത്തനെ കുറയുന്നു. ജീവൻ രക്ഷാ മരുന്നുകൾ 33 എണ്ണത്തിന് വില കുറയുന്നു. ഒപ്പം തന്നെ ഈ സ്കൂൾ, നമുക്കറിയാം സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് 2-3 കുട്ടികളൊക്കെയുള്ള കുടുംബം അത് സാധാരണക്കാരാണ് എങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന പിരിമുറുക്കം എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അത് ഉണ്ടാകില്ല. കാരണം ഈ വില കുത്തനെ താഴേക്ക് പോവുകയാണ്. ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടേത്. ഒരു വീട് വെക്കാൻ ഇറങ്ങുമ്പോൾ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് സിമെന്റിന്റെ വിലയാണ്, അവിടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന കമ്പി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിനെല്ലാം വില കുത്തനെ താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വീടെന്ന സ്വപ്നവുമായി നടക്കേണ്ടി വരില്ല. പണമില്ലാത്തതിനാൽ അല്ലെങ്കിൽ പൈസ തികയാത്തതിനാൽ
മാറ്റിവെച്ച ആഗ്രഹങ്ങൾ പൊടിതട്ടിയെടുക്കാം സാധാരണക്കാരന്. നരേന്ദ്രമോദി സർക്കാർ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ വ്യാപ്തി ഈ ഘട്ടത്തിൽ പറഞ്ഞാൽ സാധാരണക്കാർക്ക് അത് മനസ്സിലാകുമോ എന്ന് തന്നെ അറിയില്ല. പക്ഷേ ഒരു കാര്യം ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ടത്, ഈ ദീപാവലിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ജാക്ക്പോട്ട്, ഈ രാജ്യത്തിന്റെ കുതിപ്പിന്, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ക്രയവിക്രയ ശേഷിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകാൻ സാധിക്കുന്ന, കരുത്തു പകരാൻ സാധിക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളതും ഇന്ന് നിലവിൽ വന്നിട്ടുള്ളതും. ശരി, സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന രീതിയിൽ നികുതി സ്ലാബുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. അത് ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. GST നികുതി സ്ലാബുകൾ ഇനി 5%, 18% എന്നിങ്ങനെയാണ് ഉണ്ടാവുക. നിത്യോപയോഗ സാധനങ്ങളടക്കം മിക്കതിനും വില കുത്തനെ കുറയുമെന്ന സന്തോഷം, അതായത് സാധാരണക്കാരെ കേന്ദ്ര സർക്കാർ ഒരിക്കൽ കൂടി ചേർത്തു പിടിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു തീരുമാനം.